ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. എന്നാലും ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ കുറച്ചു കാലം മുമ്പ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സീസണിന്റെ ഗതി തന്നെ മാറിയേനെ. വെൽക്കം ബാക്ക് ടു ദ ഫുട്ബോൾ ജനത് ഗൈസ്. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ചെന്നൈയിൽ ചരിത്രം തിരുത്തി എഴുതിയിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ ദീർഘ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ചെന്നൈയിൻ എഫ്സിയെ അവരുടെ ഗ്രൗണ്ടിൽ തോപ്പിച്ചിരിക്കുന്നു. ശരിക്കും ഈ മത്സരത്തിന്റെ റിവേഴ്സ് ഫിക്ചറിൽ നമ്മൾ കൊച്ചിയിൽ ഡോമിനേറ്റ് ചെയ്ത പോലെ തന്നെ ഈ മത്സരവും തുടക്കം മുതലേ ഡോമിനേറ്റ് ചെയ്തു. ഈവൻ ആ സ്കോർ ലൈൻ വരെ എക്സാക്ട് സെയിം ആവേണ്ടതായിരുന്നു. പിന്നീട് കളിയുടെ ഒടുവിൽ ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി, അതിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ചെറിയ നന്ദി അറിയിക്കാനുണ്ട്. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് നമ്മൾ പ്രെഡിക്റ്റഡ് 11 പിക്ക് ചെയ്തപ്പോൾ ഞാനൊരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു, നോവ സദോവി ടീമിൽ വേണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസ്കഷൻ. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അമാവിയെ തന്നെ ലെഫ്റ്റ് വിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നോവനെ ഈ മത്സരത്തിൽ നമ്മൾ ബെഞ്ചിൽ ഇരുത്തുന്നു. അങ്ങനെ നോവയുടെ റെപ്യൂട്ടേഷൻ കൊണ്ട് മാത്രം അദ്ദേഹത്തിനെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടെന്ന് തീരുമാനിച്ച TG പുരുഷോത്തമൻ സാറിന് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. ഇത്രയും ക്രൂഷ്യലായ മസ്റ്റ് വിൻ മത്സരത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിനൊരു ചങ്കുറപ്പ് വേണം. ഈ വിജയം ആ ചങ്കുറപ്പിന്റെ കഥയാണ്. ചെന്നൈയിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ വിജയത്തിന് പിന്നിൽ ഒരു മലയാളി മാസ്റ്റർ മൈൻഡ്. ഇതിൽ കൂടുതൽ എന്ത് വേണം? എന്തായാലും ഞാൻ അധികം കഥ പറയുന്നില്ല, നമുക്ക് നേരെ 5ാമത്തെ പോയിന്റിലേക്ക് കടക്കാം. കളി തുടങ്ങി 2ാമത്തെ മിനിറ്റിൽ തന്നെ ഹിമനേസ് നമുക്കൊരു ലീഡ് നൽകി. പക്ഷെ എന്നിട്ടും നിങ്ങളും എന്നെ പോലെ കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിൽ അതിലൊരു തെറ്റും പറയാൻ പറ്റില്ല. കാരണം ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. പിന്നീടുള്ള അത്രയും സമയം നമ്മുടെ ടീം പിടിച്ചു നിൽക്കുമോ എന്ന് തന്നെ നമ്മളിൽ ചിലരൊക്കെ സംശയിച്ചിട്ടുണ്ടാവും. എന്നാൽ അതിനുശേഷം ഓരോ മിനിറ്റ് കഴിയുമ്പോഴും നമ്മുടെ ടീമിന്റെ കോൺഫിഡൻസ് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ കളിയിൽ നമ്മളൊന്ന് നല്ലോണം സെറ്റിലായി വരുമ്പോഴാണ് ആ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത്. വിൽമർ ജോർഡൻ മിലോസിനെ തട്ടി മാറ്റി ബോൾ എടുക്കാൻ പോകുന്നു. പക്ഷേ ഓഫ് ദ ബോൾ കോൺടാക്ട് റെഫറി അപ്പൊ തന്നെ ഒരു ഫൗൾ വിളിക്കുന്നു. പിന്നീട് റെഫറി അസിസ്റ്റന്റിനെ കൺസൾട്ട് ചെയ്ത് കുറച്ച് സമയമെടുത്ത് ഒടുവിൽ വിൽമർ ജോർഡന് ഒരു സ്ട്രെയിറ്റ് റെഡ് കാർഡ് കൊടുത്തു. സത്യം പറയാലോ, ഈ ഒരു റെഡ് കാർഡ് ശരിക്കും വിൽമർ ജോർഡൻ ഡിസേർവ് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് 100% ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇതൊരു ഓഫ് ദ ബോൾ ഇൻസിഡന്റ് ആണ്. വിൽമർ ജോർഡൻ ആ ബോളിന്റെ 7 അയലക്കത്ത് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഒരു റെഡ് കാർഡ് ഇത്തിരി ഹാർഷ് അല്ലേ? മിലോസ് പിന്നെ ആ സമയത്ത് കിട്ടിയ അവസരം നല്ലോണം മുതലാക്കി. നമ്മൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഈ ഒരു ഡിസിഷൻ നമുക്ക് എതിരെ വരികയായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഇത് യെല്ലോ കാർഡാന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ കത്തിച്ചേനെ. പിന്നെ ഇങ്ങനെ ഒരു ഭാഗ്യം ഏതെങ്കിലും ഒരു ടീം അർഹിക്കുന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. നമുക്കെതിരെ ഈ സീസണും കഴിഞ്ഞ സീസണുകളിലും ഒക്കെ ഇതുപോലെ എത്ര ഡിസിഷൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയണ്ടല്ലോ. എന്തായാലും ഈ ഒരു റെഡ് കാർഡ് ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയി മാറി. കളിയിലേക്ക് തിരിച്ചു വരാമെന്ന് ചെന്നൈയിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇതോടെ അണഞ്ഞു. അതുകൊണ്ട് തന്നെ ഏതൊരു ചെന്നൈയിൻ ഫാനോട് ചോദിച്ചാലും അവർ ഈ ഒരു കാര്യമേ പറയുള്ളൂ, ഈ റെഡ് കാർഡ് വളരെ അൺഫെയർ ആയിരുന്നു, ഇതില്ലായിരുന്നെങ്കിൽ അവർക്ക് ഈ കളിയിലേക്ക് തിരിച്ചു വരാൻ വലിയൊരു ചാൻസ് ഉണ്ടായിരുന്നെന്ന്. പക്ഷെ കളിയുടെ തുടക്കം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച ഒരു ഫുട്ബോൾ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ചെന്നൈയിൻ 11 പേര് വെച്ചും നമ്മുടെ കൂടെ പിടിച്ചു നിന്നേനെന്ന്. മുൻപ് ഒരിക്കലും കാണാത്ത ഒരു കോർഡിനേഷനും കണക്ഷനും ഒക്കെ കളിക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇനി എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? അതിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് 4ാമത്തെ പോയിന്റിലേക്ക് പോവാം. ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഈ ക്ലബിൽ നിന്ന് ഒരുപാട് പ്ലേയേഴ്സ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ കുറെ അധികം പ്ലേയേഴ്സ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിലൊക്കെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിങ്കിസിന്റെ പങ്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയാം. ശരിയാണ്, നമ്മുടെ ടീമിൽ നിന്ന് പോയ ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സിനെ നമുക്ക് റിപ്ലേസ് ചെയ്യാനായിട്ടില്ല. പക്ഷേ ഈ ഒരു ക്രിറ്റിസിസത്തിന്റെ ഒക്കെ ഇടയ്ക്ക് കരോളിസ് ചെയ്ത 1-2 നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടത്ര അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ചിലപ്പോൾ ഇതൊക്കെ എന്റെ തോന്നൽ മാത്രമാവാം, ഞാനിതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉറപ്പിച്ച് പറയുന്നതല്ല. പക്ഷെ എന്റെ മനസ്സിൽ ഇന്നലെ കളി കണ്ടപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഈ അടുത്ത കാലത്ത് ക്ലബിൽ ഒരുപാട് സക്സസ് കണ്ടെത്തിയ കുറെ അധികം ഫോറിൻ താരങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ കരോളിസ് തന്നെയല്ലേ? ഏഡ്രിയൻ ലൂണ, പെരേര ഡിയസ്, അൽവാരോ വാസ്കസ്, ഡിമി ഡയമൻഡക്കോസ്, ഹേസൂസ് ഹിമനേസ് ഇവരെല്ലാരും കൊണ്ടുവന്നത് കരോളിസ് ആണ്. എന്ന് വെച്ച് ഡിയാസ്, വാസ്കസ്, സഹല്, ഗില്ല്, പൂട്ടിയ, ജീക്സൺ ഇവരെയൊക്കെ വിറ്റത് വലിയ നല്ല തീരുമാനമാണെന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ടാവാം ഈ ട്രാൻസ്ഫർ ഒക്കെ നടന്നത്. ഡിയാസിന്റെയും വാസ്കസിന്റെയും കാര്യത്തിൽ ഉറപ്പ് പറയാനാവില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് ഗില്ലും സഹലും ജീക്സണും ഒക്കെ അൾട്ടിമേറ്റ്ലി കൊൽക്കത്തയിൽ ഫുട്ബോൾ കളിക്കണമെന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. നാഷണൽ ടീം ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചാലും സാലറിയെ പറ്റി ചിന്തിച്ചാലും എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിലെ മെക്ക ഇപ്പോഴും കൊൽക്കത്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്ലെയർ ഇന്ന ക്ലബിൽ ജോയിൻ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ പിന്നെ അവരെ വിൽക്കിയല്ലാണ്ട് ഓപ്ഷൻ ഇല്ലല്ലോ. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, ഇത് 100% ഉറപ്പാവണമെന്നില്ല. എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരും ഇതൊന്നും വളച്ചൊടിക്കരുത്. ബട്ട് എനിക്ക് പറയാനുള്ള പോയിന്റ്
എന്തായാലും ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ ക്ലബ്ബ് വിട്ടു, അതിനുള്ള റിപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് കംപ്ലൈന്റും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിലും നമ്മുടെ ടീമിലേക്ക് വരാൻ കഴിവുള്ള ക്വാളിറ്റി ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാണെങ്കിൽ ഈ ആവശ്യമില്ലാത്ത പ്ലേയേഴ്സിനെയൊക്കെ ഇപ്പോൾ ഒഴിവാക്കി ടീം ഒന്ന് ചെറുതാക്കി ഇനി സമ്മറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. ഇതിന്റെ മുകളിൽ ഒരുപാട് ഫാക്ടറുകൾ ഉണ്ട്. നമ്മുടെ അടുത്ത കോച്ച് ആരാണെന്ന് പോലും നമുക്കൊരു ക്ലാരിറ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കൊരു 6 മാസം ഈ ടീമിന് നൽകാം. അവരെന്തായാലും പോഡ്കാസ്റ്റിലൊക്കെ വന്ന് ഭയങ്കര ഡയലോഗാണല്ലോ അടിച്ചിരിക്കുന്നത്, ഞങ്ങൾ ക്ലബിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്, ക്ലബിന് ചീത്തയായിട്ടുള്ള ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല എന്നൊക്കെ. ആക്ഷൻ സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. അപ്പൊ ഇനി അവർ ചെയ്യാൻ പോകുന്ന ആക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. കാരണം ഇത്രയൊക്കെ ഡയലോഗ് വന്നടിച്ചിട്ട് ഇവരിനി ഇവിടെ ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നില്ലെങ്കിൽ അത് സ്വന്തം കുഴി തോണ്ടുന്ന പോലത്തെ പരിപാടിയായി പോകും. സത്യം പറഞ്ഞാൽ ഈ ഹിമനേസും ആദ്യത്തെ കളി കളിക്കുന്നതിന് മുമ്പ് വരെ ഡിമിയെ റിപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് വലിയ ഡൗട്ട് ആയിരുന്നില്ലേ. കാരണം ഡിമി അമ്മാതിരി കോൺട്രിബ്യൂഷൻ ആണ് കഴിഞ്ഞ സീസൺ നമുക്ക് വേണ്ടി നൽകിയത്. പ്രീ സീസൺ പോലും കിട്ടാണ്ട് ഈ ലീഗിൽ വന്നിട്ട് ഹിമനേസ് കളിക്കുന്ന ഒരു ലെവൽ കണ്ടില്ലേ. അപ്പൊ തീർച്ചയായിട്ടും ടാലന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് കരോളിസിലുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇനി ആ മിസ്റ്റേക്കുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് ഒരുപാട് പോസിറ്റീവ് തള്ളുന്നതിന്റെ കാരണം ഈ മൂന്നാമത്തെ പോയിന്റിൽ പറയാൻ പോകുന്ന വ്യക്തിയാണ്. അതെ, ദാനിഷ് ഫറൂഖ്. ഈ സീസണിൽ എന്റെ പഴയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം നമ്മൾ എത്രത്തോളം ദാനിഷിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെന്ന്. ഒരിക്കലും അതൊരു പേഴ്സണൽ അബ്യൂസിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ വിശ്വസിച്ചിരുന്നത് ദാനിഷ് ഫറൂഖിന് ഈ ക്ലബിൽ ഒരു ഫ്യൂച്ചർ ഇല്ലെന്നാണ്. അതിനുള്ള ഒരുപാട് കാരണങ്ങളും ഞാനന്ന് പറഞ്ഞിരുന്നു. ഡീപ്പർ റോളിൽ കളിക്കാനുള്ള ഒരു ഫിസിക്കാലിറ്റി ഇല്ല, അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ക്രിയേറ്റീവ് റോളിൽ കളിക്കാനുള്ള ടെക്നിക്കൽ എബിലിറ്റി ഇല്ല. പക്ഷെ പുള്ളിക്കുള്ള ഒരു കാര്യം ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ്. എന്ത് വന്നാലും നേരിടാം എന്നുള്ളൊരു മെന്റാലിറ്റി. ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു നല്ല ഗോൾ അടിച്ചിട്ടും പ്രത്യേകിച്ച് ദാനിഷിനെ കുറിച്ച് ഞാൻ എടുത്തൊന്നും പറഞ്ഞില്ല. കാരണം ഇതിനു മുമ്പും അദ്ദേഹത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് കരിയറിൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. 1-2 കളി നല്ലോണം കളിച്ച് പിന്നീട് ഒരു മോശം പെർഫോമൻസ്. പക്ഷെ ചെന്നൈയിൻ എഫ്സിക്കെതിരെ ദാനിഷ് ആ ഒരു മിസ്റ്റേക്ക് വരുത്തിയില്ല. ആ ഗോളിൽ നിന്ന് ഉൾക്കൊണ്ട കോൺഫിഡൻസ് പോലെ മിഡ്ഫീൽഡിൽ ദാനിഷ് തകർത്താടി. ശരിക്കും ഈ മാച്ചിന്റെ ലൈനപ്പ് വന്നപ്പോൾ ഞാനൊന്ന് പേടിച്ചിരുന്നു. കാരണം മിഡ്ഫീൽഡിൽ നമുക്കൊരു പ്രോപ്പർ DM ഇല്ല, അതുപോലെ തന്നെ മിലോസും സ്റ്റാർട്ട് ചെയ്യുന്നു. കോർണർ ഷീൽഡ്സിന്റെ റണ്ണുകളൊക്കെ ട്രാക്ക് ചെയ്യാൻ നമ്മുടെ മിഡ്ഫീൽഡേഴ്സിനും അതുപോലെ സെന്റർ ബാക്കുകൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. വിൽമർ ജോർഡൻ ഫസ്റ്റ് ഹാഫിൽ തന്നെ റെഡ് കാർഡ് മേടിച്ചു പോയത് ഒരു അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടി മിഡ്ഫീൽഡിൽ ദാനിഷിന്റെ വർക്ക് റേറ്റ് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരിക്കലും ആവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കിനി പുതിയ DM-ഉം സെന്റർ മിഡൊന്നും വേണ്ടാന്നല്ല, അവിടേക്കൊക്കെ പുതിയ സൈനിങ്ങൾ വരിക തന്നെ ചെയ്യണം. പക്ഷേ ദാനിഷിന് ഈ ഫോം മെയിൻറ്റെയിൻ ചെയ്യാനായാൽ ഇപ്പൊ നമുക്ക് അവകാശപ്പെടാനില്ലാത്ത മിഡ്ഫീൽഡിലെ ഒരു ഡെപ്ത് അത് നമുക്ക് എന്തായാലും കിട്ടും. രണ്ടാമത്തെ പോയിന്റ് ഈ ക്ലബിലെ ബെസ്റ്റ് പ്ലെയറിനെ കുറിച്ചാണ്. നൺ അതർ ദാൻ ഏഡ്രിയൻ ലൂണ. കുറച്ച് മാസങ്ങൾ പിന്നോട്ട് പോയാൽ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമന്റുകൾ കാണാൻ പറ്റും. ലൂണയുടെ കാലം കഴിഞ്ഞു, ഇനി അദ്ദേഹത്തിന് പകരക്കാരനായി പുതിയൊരാൾ വരണം എന്നൊക്കെ. ഈ കമന്റുകളൊക്കെ ലൂണയുടെ ക്വാളിറ്റീനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് ഇതെല്ലാം ഫാൻസിന്റെ ഉള്ളിലുള്ള ഒരു ആശങ്കയാണ്. ഇദ്ദേഹം ഈ ക്ലബ്ബ് വിട്ടു പോയാൽ ഇങ്ങനെ ഒരു പ്ലെയറിനെ നമ്മൾ ഇനി എവിടെ നിന്ന് കണ്ടുപിടിക്കും എന്നുള്ള ഒരു ആശങ്ക. ആൻഡ് ഈ ഒരു മത്സരം വളരെ ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്തു, നമ്മൾ ഈ സീസണിൽ ഇതുവരെ ലൂണനെ വേണ്ട വിധം ഉപയോഗിച്ചിട്ട് പോലുമില്ല. ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ പുള്ളി ഫുൾ ഫിറ്റ്നസ്സിലേക്ക് എത്താൻ സമയമെടുത്തു എന്നുള്ളത് ശരിയാണ്. എന്നാൽ പിന്നീട് ലൂണ ലൈനപ്പിലേക്ക് തിരിച്ചു വന്നിട്ടും നമ്മൾ അദ്ദേഹത്തിലൂടെ കളി ബിൽഡ് ചെയ്യാനുള്ള ഒരു എഫേർട്ടും ഇടുന്നില്ലായിരുന്നു. പാസ് ദ ബോൾ ടു നോവ, പിന്നെ പുള്ളി എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു. ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളാണ് നമ്മളെ ഈ സീസണിൽ പിന്നോട്ട് വലിച്ചിരിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ കുറച്ചു കാലം മുമ്പ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സീസണിന്റെ ഗതി തന്നെ മാറിയേനെ. ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാനും അറിയായിരുന്നു നമ്മുടെ അപ്രോച്ചിലായിരുന്നു പ്രശ്നം, അല്ലാണ്ട് ലൂണയുടെ ക്വാളിറ്റി കുറഞ്ഞതൊന്നും അല്ലെന്ന്. പിന്നെ നോവ ഗോളുകളും അസിസ്റ്റുകളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്ലെയറിനെ തളർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാവും പല ഫാൻസും ഈ ഒരു സെൽഫ് കളി അങ്ങനെ അധികം വിളിച്ച് പറയാണ്ടിരുന്നത്. എന്തായാലും ഈ മത്സരത്തിലൂടെ എല്ലാം വെളിച്ചത്ത് വന്നു. അതാണ് പോയിന്റ് നമ്പർ 1. ഈ നോവയും ലൂണയും തമ്മിൽ നടന്ന ഇൻസിഡന്റിൽ എണ്ണ കോരി ഒഴിച്ച് ആ തീ ആളി കത്തിക്കാൻ ഞാനില്ല, നിങ്ങളും അത് ചെയ്യരുത്. ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം ഇനി സോഷ്യൽ മീഡിയയിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് എനിക്കറിയാം. കുറെ പേര് എന്ന് നോവയുടെ കമന്റ് ബോക്സിൽ പോയി തെറി വിളിക്കും, സൈബർ അറ്റാക്ക് നടക്കും, പ്ലേയേഴ്സിനെ അത് അഫക്റ്റും ചെയ്യും. 80-ാം മിനിറ്റിൽ നോവ പിച്ചിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ പുള്ളിയുടെ മുഖത്ത് ആ ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് കാണാനുണ്ടായിരുന്നു. ഇത്രയും നേരം പുറത്ത്
കളിപ്പിച്ചിരുത്തിയിട്ട് കളി സെറ്റിലായപ്പോൾ 10 മിനിറ്റ് കളിക്കാൻ വെറുതെ എന്തിനാണ് എന്നെ ഇറക്കുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഇതൊക്കെ ഫുട്ബോളിൽ സർവ്വസാധാരണമാണ്. എല്ലാ പ്ലെയറിനും എല്ലാ കളിയുടെയും എല്ലാ മിനിറ്റും കളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഒരിക്കലും ഇത് ഇങ്ങനൊരു ഇൻസിഡന്റിലേക്ക് പോകുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല. ആ ഒരു മൊമെന്റിൽ ഫ്രീ ആയിട്ട് നിന്ന ഇഷാൻ പണ്ഡിതയ്ക്ക് നോവ പാസ് നൽകണമായിരുന്നു. കാരണം ഫുട്ബോൾ ഒരു ടീം ഗെയിമാണ്. അതിന്റെ മെയിൻ എസൻസും ഈ ഒരു പ്ലെയേഴ്സ് തമ്മിലുള്ള കണക്ഷനാണ്. ഇതിൽ ലൂണയാണ് നോവയുടെ അടുത്തേക്ക് തള്ളിക്കയറി ചെന്നത്. പക്ഷെ അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ആ ഒരു ഗോള് ഇഷാൻ പണ്ഡിതയ്ക്ക് എത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്ന്. പരിക്ക് മൂലം ഏകദേശം 1 വർഷത്തോളം ISL ഫുട്ബോൾ കളിക്കാത്തൊരു പ്ലെയറാണ് പണ്ഡിത. അവൻ ഇങ്ങനെ ഒരു ഓപ്പൺ ചാൻസ് കിട്ടുമ്പോൾ നോവ അവിടെ പാസ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ കേർട്ടിസിയാണ്. ബിക്കോസ് ആ ഒരു ഗോള് പണ്ഡിതയുടെ കോൺഫിഡൻസ് ഉയർത്തിയേക്കാം. അത് ടീമിന് ഒരുപാട് ഗുണവും ചെയ്യും. അതുകൊണ്ട് തന്നെ ലൂണയ്ക്ക് അവിടെ ചെന്ന് നോവയോട് നീ ചെയ്തത് തെറ്റാണെന്ന് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്ലേയേഴ്സ് എല്ലാം ഹൈ പെർഫോമൻസ് ആത്ലീറ്റ്സ് ആണ്. അവർ പിച്ചിൽ ഇറങ്ങുമ്പോൾ അമ്മാതിരി അഡ്രിനാലിൻ റഷിലും പാഷനിലും ഒക്കെയാണ് കളിക്കുന്നതും. ഈ ഒരു പ്രശ്നം എന്തായാലും അവർ തന്നെ പറഞ്ഞ് പരിഹരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നോവയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഈ കളിയോടെ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും, പുകഞ്ഞ കൊള്ളി പുറത്തു തന്നെ. അൾട്ടിമേറ്റ്ലി നമുക്ക് ക്ലബ്ബിൽ ആവശ്യം ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആണ്. നോവ ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സിന് ഇനിയെങ്കിലും അത് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ പ്രശ്നത്തിനെ വീണ്ടും കീറി മുറിച്ച് സോഷ്യൽ മീഡിയയിൽ നെഗറ്റിവിറ്റി പരത്താണ്ടിരിക്കാൻ ഫാൻസ് എന്ന രീതിക്ക് നമുക്കും ശ്രമിക്കാം. ഇനി എനിക്ക് ഈ മത്സരത്തിലെ 5 കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനുള്ള സമയമാണ്. അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ ഒരിക്കലും മറക്കരുത്. അധികം വൈകാതെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.